നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്തുണ്ടായിരുന്നു? ഇന്നത്തെ എപ്പിസോഡ് പറയുന്നതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവിടെ വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ആദില നൂറമാരെ നമ്മൾ ദത്തെടുക്കുന്നു, ആദില നൂറമാർ ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അതിലെ ലക്ഷ്മിയുടെ അമ്മ മാത്രമാണ് പറഞ്ഞത് സിറ്റൗട്ടിൽ വന്നിട്ട് പോയിക്കോ മക്കളെ എന്ന് പറഞ്ഞത്. അത് അവരിഷ്ടമാണ്, അല്ലാതെ അവരെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, കാരണം അത് അവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കിങ്ങനെ വെളിയിൽ നിന്ന് കളി കാണാൻ നല്ല രസമാണ്. അവനവൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ മാത്രമേ അത് പഠിക്കത്തുള്ളൂ. നമുക്ക് വെളിയുന്നില്ലേ ദത്തെടുക്കാനും അവരെ കുറ്റം പറയാനും അച്ഛനും അമ്മമാരെ കുറ്റം പറയാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മളെ അടുത്ത് വരുമ്പോഴും മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടെ വന്നിരുന്നു. ആരാന്ന്? നെവിൻ്റെ അമ്മ വന്നിരുന്നു. ആ നെവിൻ്റെ അമ്മേൻ്റെ ആ ഒരു മുഖം നിങ്ങൾ കണ്ടിരുന്ന? അത് മാത്രവുമല്ല, പാവെന്ന് മാത്രമല്ല, അത് ഈ നെവിൻ തന്നെ അവരെ അപമാനിക്കുക ചെയ്തത്. അതറിയാം, ഇൻസൾട്ട് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ നെവിൻ അവരെല്ലാം ഉദ്ദേശിച്ചത് ഓന്റെ കൂട്ടുകാരിയെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയ അല്ലെങ്കിൽ പഠിപ്പിച്ചു വിട്ട മാതാപിതാക്കൾക്ക് ഒരു ബലിയും കൊടുക്കാതെ ഇതുപോലെയുള്ള ഈ കീടങ്ങളെ നമ്മളും അംഗീകരിക്കേണ്ട ആവശ്യം. അത് പറഞ്ഞപ്പോഴത്തേക്ക് അനുമോളെ എന്താ പറഞ്ഞ, അനുമോള് ഭയങ്കര പാമ്പർ ചെയ്ത് വളർത്തിയത് കൊണ്ടാണ്. പാമ്പർ ചെയ്ത് വളർത്തി പോലും ഇല്ല പോലും സ്വന്തം അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നത് പാമ്പർ ചെയ്ത് വളർത്തണം. ഇനിയിപ്പോഴും നിവിൻ എന്ന് പറയുന്നവന്റെ ആ ഇഷ്ടം മുഴുവൻ പോയായിരുന്നു ഏടെ എനിക്കറിയാം. അതായത് അവര് വന്നു, അവരെ സ്വീകരിക്കല്ലേ വേണ്ടത്. അതിന് പകരം അവരെ അപമാനിച്ചിട്ട് ഞാൻ ഇവരെ അല്ല പ്രതീക്ഷിച്ചത്, അച്ഛനും അമ്മയും എനിക്ക് തീറ്റയൊന്നും തന്നില്ല, ഇല്ല അത് തന്നില്ല. എടോ ഒരു കാര്യം ഞാൻ പറയുന്നേക്ക്, ഒരു 10 വയസ്സ് വരെ ഇവനെ വളർത്തിയിട്ടുണ്ടാവില്ലേ? അത് നീ ഒന്ന് പറ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ അച്ഛനമ്മമാർക്കും മക്കള് ഇതായി കഴിഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും. അത് അവരുടെ ഇതിൽ പറയുമ്പോൾ അവരെ ശത്രുവായിട്ട് കണക്കാക്കാതെ, ഇപ്പൊ നിവിൻ അവരെ അച്ഛനമ്മമാർ ഇതുവരെ ഒരു കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ആദില നൂറമാർ അങ്ങനെയല്ല, ഓടി നടന്ന് കുറ്റം പറയില്ല അച്ഛനും അമ്മേനും. കുറ്റല്ല, അവർക്ക് ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിലാക്കി വെച്ചിന്. ഇപ്പോഴും ഇന്ന് ആദില നൂറ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വീട് കാണിച്ചു തരാം. അല്ലല്ല, ഞാൻ ഇതിലെന്നറിയാം, നല്ല ആഗ്രഹമുണ്ട് വീട്ടിൽ പോകാൻ. പക്ഷേങ്കില് സത്യം ഇവരെന്താ വേണ്ടേ അറിയാം, ഇവർ ഈ ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് പല കളികളും കളിച്ചിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരെ മാതാപിതാക്കളെ ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവർ ബിഗ് ബോസിലെത്തീനി, അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിലൊന്നും എത്തൂല. മാതാപിതാക്കളെ പറഞ്ഞ് അതിൻ്റെ അടുക്കുന്ന ഇവർ മുതലെടുപ്പ് നടത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലായി. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ചാൻസ് ഉണ്ട് പോകാൻ. 100 ഏത് നിമിഷവും ഈ ആദിനെ എടുക്കുന്ന ചാടിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല, അല്ലേ? ഭയങ്കരമായിട്ട് വീടുമായിട്ട് ഇത്. പക്ഷെ ഇപ്പം വീണ്ടും അത് ആദ്യമൊക്കെ കുറച്ചൊരു ഇത് തോന്നിയിരുന്നു. അല്ല, ആദ്യമല്ല ഞാൻ പറയുന്നത് എന്നറിയാം, അതല്ല വേറൊരു കാര്യമുണ്ട്. ഇതെന്നാ വെച്ചാൽ ഇപ്പോഴേ ഇതൊക്കെ വരുമ്പോഴും കാണുമ്പോഴേ ഇവർക്ക് ഭയങ്കര വിഷമം തോന്നുന്നത്. അച്ഛനമ്മമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം ഞാൻ പറഞ്ഞ നെവിൻ എന്ന് പറയുന്നവനൊരു ഭാഗ്യാണ്. അവൻ എന്നിട്ടും അവരെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ത് പറയാനാന്ന്. പിന്നെ എനിക്ക് സങ്കടമായി അതൊക്കെ. അല്ല, അവര് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും, അത് അവര് പറയും, അത്രയല്ലേ ഉള്ളൂ. അതിപ്പോ പറയുന്നതിനിപ്പോ എല്ലാവരും കയറിയിട്ട് അവരെ അങ്ങ് എടുത്തു കൊടുക്കും. ഇപ്പൊ ഇടിയെന്ന പ്രശ്നം എന്നറിയാം. അതായത് എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ അങ്ങ് ശത്രുക്കളായിട്ട് അങ്ങ് കാണല ഈ അച്ഛനമ്മമാറ. അതായത് മക്കളിങ്ങനെ 18 വയസ്സൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ ഒരു ജോലിയൊക്കെ കിട്ടി നിൽക്കാൻ തുടങ്ങുന്ന സമയത്തേക്കും അതുവരെ അത് നമ്മളെ നാടിന്റെ പ്രശ്നമാണ്. അതായത് നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കൊച്ചിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നത്. കൊച്ചിയിൽ മാത്രമൊന്നും അല്ല, പറയുന്ന കേൾക്ക്, കൊച്ചി വേണ്ടവൻ അച്ചു വേണ്ടെന്ന് പറയുന്നില്ലേ? അതേപോലെ അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സുഹൃത്തുക്കൾ മറ്റേതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ വേണ്ടേ, ഇവർക്ക് അച്ഛനമ്മമാരെ വേണ്ട. അതെല്ലാവരുടെ കാര്യമോ പറയുന്നത്, ഇവരെ മാത്രം കാര്യമല്ല പറയുന്നത്, മനസ്സിലായി? അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിക്കാത്രയേ ഉള്ളൂ നടന്ന്. പിന്നെ ഈ നിവിൻ കാണിച്ചത് വളരെയധികം മോശമായ കാര്യം. ഓനിയലിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഓനിയലിന്റെ അമ്മ ശരിക്കും പറഞ്ഞ ഒരു വൈബ് അമ്മ തന്നെയാണെങ്കിൽ അമ്മയും ബിഗ് ബോസ് മത്സരാർത്ഥിയാണ്. അത് എനിക്കറിയാം. അമ്മയാണ് അവിടെ ഗെയിം കളിച്ചത്, മനസ്സിലായി എനിക്ക്. അമ്മ എല്ലാവരോടും സംസാരിച്ചു, അത് നീ ശ്രദ്ധിക്കണ്ട. സംസാരിക്കല് മാത്രല്ല, അതായത് അമ്മയെ ആടിയൊരു മത്സരാർത്ഥിയായി. അതാണ് എന്താ വെച്ചാൽ ഇനിയിപ്പോഴില്ലേ ഈ അമ്മേനെ മറന്നുകൊണ്ട് ഒരിക്കലും ഒനിയലിനെ ആയിരിക്കും തെറി പറയാൻ പറ്റൂല. അതൊരു വലിയ പണിയാന്ന് നടന്നേ. അത് അമ്മേന്റെ സാമർത്ഥ്യം കൊടുക്കൊന്നുമല്ല, ആ അമ്മ അങ്ങനെയാണ്. ആ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്, എല്ലാവരെയും തന്റെ മക്കളായിട്ട് കാണുന്നതാണ്. അത് അവരെ ആ ഒരു കഴിവ്. പക്ഷെ അതുകൊണ്ട് തന്നെ നീ കണ്ടില്ല, അതായത് ഓനിയലിനെ കെട്ടിപ്പിടിക്കുന്നതിനും കൂടുതലായിട്ട് അനീഷിന, അക്ബറിന, അതായത് അതാണ് അമ്മ.
അവരും ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് തന്നെ ഓനിയലിനും അതുപോലെ മറ്റുള്ളവർക്കെല്ലാം ഏറ്റവും വലിയ പാരിയാന്ന് എന്ന കാരണം എന്നറിയാം. ഇനിയിപ്പോഴും അങ്ങനെ അങ്ങ് ചീത്ത പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു ഇതിലാന്ന് ഇപ്പം ഓനിയലിന്റെ അമ്മ. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ഓനിയലിന്റെ അമ്മ വന്നപ്പോൾ നല്ല വൈബായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആര്യന്റെ അമ്മ നല്ല ഇതായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ അനീഷിന്റെ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ ഒരു സാധാരണ ഇതാന്നാണ്. പിന്നെ അവർ ആ സാധാരണക്കാരിൽ നിന്നൊരു ആ കാണിച്ച ഇവർക്കെല്ലാം ഉണ്ട്, ഒരു മാറ്റം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഒരു തരംതിരിവുണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സെലിബ്രിറ്റി അല്ല എന്നുള്ളൊരു തരംതിരിവ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ഇതിൽ പ്രത്യേകിച്ച് നടന്നത്. അനീഷിന്റെ കാര്യം പറ. അനീഷിന്റെ അടുത്ത് നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞിട്ടില്ലേ? അനീഷിന്റെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനീഷിന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അനീഷിന് മാത്രമല്ല, അനീഷിന്റെ പിന്നെ ഈ കൂടെയുള്ളവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം കാര്യങ്ങൾ. അനീഷിന് ഭയങ്കര ഇതാണെന്ന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഗെയിമിനെ പോസിറ്റീവായിട്ട് ബാധിക്കോ അതോ നെഗറ്റീവായിട്ട് ബാധിക്കോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അതായത് അനീഷ് ഇവിടെ എങ്ങനെയാന്ന് ഇവിടെ ഇങ്ങനെയാ വളർന്നിനി അതുപോലെ തന്നെയല്ലേ. അപ്പൊ അതുപോലെ തന്നെ അനീഷ് വളർന്നുകൊണ്ടേയിരിക്കും. ഇവരിനി എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാലും അനീഷ് തളരാൻ പോകുന്നില്ല. കാരണം എന്താ അറിയാ, അതായത് നീ ഇന്ന് ഷാനവാസിനെ കണ്ടില്ല? നീ ഷാനവാസ് എന്താ ചെയ്യുന്നത്? ഷാനവാസിന് അനുമോളിന് പൊരിഞ്ഞ ഇതാണെങ്കിലോ ഷാനവാസിന് ഇപ്പൊ മറ്റേവർക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കണം. ആർക്ക്? ആദില നൂറമാർക്ക്. ആദില നൂറമാർ പറയുന്ന കേട്ടില്ലേ ഇന്ന്? നീ അത് കേട്ടില്ലേ? അവർക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതാണ് അവരിങ്ങനെ കാണിക്കുന്നതെന്ന്. അവര് ഇന്റർവ്യൂ ഒന്നും കണ്ടില്ല പഴയത്. അതുകൊണ്ട് അതല്ലേ പറയുന്നത്. അപ്പൊ ഷാനവാസ് ആ ഒരു ഇതിലങ്ങ് പോയി. പിന്നെ ഈ അനുമോളാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഇപ്പടെ ഗെയിമോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് അവിടെ പിന്നെ വേറെ ഒന്നും വേണ്ട. ഗെയിം ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. അനുമോളിൽ ഒരു അലുവ എടുത്തതും അതും കണ്ടന്റായി. ഏത് അലുവ കഷ്ണം മോഷ്ടിച്ചത് കണ്ടന്റ് ആയതല്ലാതെ അത് കണ്ടന്റ് എന്ന് പറയാൻ പറ്റൂല. അത് കണ്ടന്റ് എന്ന് ഒരു മനുഷ്യന്മാർ പറയത്തുമില്ല. എന്ന കാരണം എന്നറിയാം, അനുമോളക്ക് ശരിക്ക് ഓളെ പിന്നെ ഈ വീട്ടുകാർ വന്നില്ലേ, അത് ഭയങ്കര നെഗറ്റീവാണ് അവർക്ക് ഉണ്ടാക്കിയത്. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അതായത് അവരിറങ്ങി വന്നപാട് അനീഷിന്റെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. പക്ഷേ അതെ അതുണ്ട്. ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയട്ടെ, ഈ അനുമോളെ തന്നെ ഫാൻ പേജിൽ വേറെ എന്തെല്ലോ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. അങ്ങനെയല്ല, അതിപ്പോ നമ്മൾ അന്ന് പറഞ്ഞെന്താ, അത് അനുമോളും അവരെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവരൊന്നും അറിഞ്ഞിട്ട് അങ്ങനെ കളിക്കത്തില്ല. ഇതും അതുപോലെ തന്നെയാണ്. അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ എന്താ വെച്ചാൽ കിട്ടൂല. ഇപ്പൊ ഈ ആര്യന്റെ ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറിന്റെ ആൾക്കാരുണ്ടാവും. പിന്നെ ഇതിലൊന്നും പെടാതെ ഓടാന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. ഇവന്മാരൊക്കെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇതന്നെയാ പരിപാടി. ഇപ്പൊ ഞാൻ ഇടുന്ന ഒരു വോയിസ് ഇവിടുന്ന്, ഹലോ അനുമോളെ പിന്നെ ഫാൻസുകൾ എല്ലാവരും ശ്രദ്ധിക്കണേ, ഇതുപോലെ ഒരു ഇത് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ അനീഷിന്റെ ഫാൻസ് എല്ലാവരും ശ്രദ്ധിക്കണം, ഇതുപോലെ ഒരു ഇതുണ്ട്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഫാൻസ് ആയാ നീ ഒന്ന് പറഞ്ഞു ഒരിക്കാവൂല. അപ്പൊ അങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഇവര് അനീഷിന് അങ്ങ് കപ്പ് കിട്ടിപ്പോയി. അനുമോളോട് പറഞ്ഞു തന്നെ ഇവരെന്നറിയാം, നീ കളിക്കുക, കളിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലാതെ നീ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല എന്നുള്ള ഉപദേശമാണ് കൊടുത്തത്. അപ്പൊ അനുമോള് വിചാരിക്കുക എനിക്ക് തന്നെയാ കപ്പ് എന്നാന്ന്. അപ്പൊ അങ്ങനെ വിചാരിക്കുമല്ല വേണ്ടത്. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് മോളെ ഒറ്റയ്ക്ക് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും രസമുണ്ട്. ഇതെന്ന് പറയുന്നത് ഇപ്പോഴും വെറുപ്പിച്ചുകൊണ്ടിരിക്കല്ലേ. ഇന്ന് കണ്ടില്ല എന്താ അമ്മൂമ്മി. അതെ, ഞാനത് വിചാരിച്ചു, എന്തുകൊണ്ട് അനുമോളുടെ ഫാമിലി മാത്രം ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കാൻ പറഞ്ഞില്ല? ബാക്കി എല്ലാവരുടെയും പേരൻസ് പറയുന്നുണ്ട് ഇൻഡിവിജ്വലായി കളിക്കൂ. ആ ജിസേലിൽ ആര്യന്റെ കേസിൽ ആര്യന്റെ അമ്മ അതിന്റെ അകത്ത് നിന്ന് ഇൻഡിവിജ്വലായി കളിക്കാനാണ് പറഞ്ഞത്. പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ അവര് വേണ്ടി പ്രേമിച്ചോട്ടെ. അതിന് വേറൊരു കാര്യമുണ്ട്, ഒരു തട്ടിപ്പുണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് അവിടെ നിന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ചില ആൾക്കാർ അത് ബ്രേക്ക് ചെയ്യും. മനസ്സിലായ? ബിഗ് ബോസ് 2 വാണിങ്ങിലും കൊടുക്കും. ജിസേലിന്റെ അമ്മ കൊടുത്ത പോലെ വാണിങ്ങി ലോകത്തായിരിക്കും കൊടുത്തില്ല. അതാണ് അങ്ങനെ കൊടുക്കുവായിരുന്നു. പിന്നെ പോസിറ്റീവ് ആകുകയും ചെയ്യും, നെഗറ്റീവ് ആകുകയും ചെയ്യും. അല്ലെ, പേടിച്ചിട്ട് അവരുടെ ഗെയിം പിന്നെ കളിക്കാത്ത അവസ്ഥയിലേക്ക് എത്തുമല്ലോ. അതുകൊണ്ട് അല്ല അതില് ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അയാൾക്കൊരു കപ്പല്ല വേണ്ടത്. അയാൾക്ക് എന്ന് പറയുന്നത് പരമാവധി ദിവസം ഇവിടെ നിൽക്കുക, ഒരു ഓളം ഉണ്ടാക്കുക, അതാണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ കപ്പ് അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഇപ്പൊ ഏകദേശം അയാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ഒരു വൃത്തിയായിട്ടൊരു കളി കണ്ടില്ല. അതായത് ഈ പിന്നെ എന്ന് വെച്ചാ ഈ നമ്മുടെ നെവീൻ അവിടെ കിടക്കുന്നത്. അപ്പൊ ഇവരൊരു അമ്മൂമ്മ തള്ളിയിലായിട്ട് പോയിട്ട് ഓന്റെ സ്വകാര്യ ഭാഗത്ത് എന്തോ ഇത് അല്ല വയറിന്റെ എടുക്കാം. അത് നേരെ മറിച്ച് ആര്യനും ജിസയിലും ആണെങ്കിൽ എന്തെല്ലാം നടക്കും. അത് പറ. ഇപ്പൊ ആര്യനും ജിസയിലും ആന്ന് അങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫണ്ണല്ലേ? ഫണ്ണൊക്കെയാണ്.
മനസ്സിലായ? പക്ഷെ ഒരു കാര്യം നീ പറയുന്നേക്കണം, ആര്യനും ജിസയിലും വന്ന് അവിടെ എന്തെല്ലാം നടക്കും. ആര്യനും ജിസയിലും ഇപ്പൊ രണ്ടായില്ലേ? അപ്പൊ നമ്മളെ ആര്യന്റെ ജിസയിലിനെ ആ പുതപ്പിന്റെ കേസ് വീണ്ടും ഇപ്പൊ പുകഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് പുകഞ്ഞോണ്ടിരിക്കലെന്ന് പറഞ്ഞാൽ ഇന്ന് ജിസയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ എന്റെ തുണി പോക്കുന്നത് നോക്കിയിട്ട് നടക്കലാന്ന് എല്ലാവരും മാറുന്നു അല്ലേ? എന്നിട്ട് മൊണ്ണകളാന്ന് പറയുന്നുണ്ട്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് പറഞ്ഞത് എന്താ, നമ്മള് ഭയങ്കര കുലപുരുഷന്മാരാണ്, അല്ല പുരോഗമനവാദികളാണ്. ഇവരൊക്കെ ഭയങ്കര സദാചാരവാദികളാണ്, മൂരാച്ചികളാന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചോ. ഇപ്പൊ പുരോഗമനവാദമൊന്നും ഇല്ല, എല്ലാവർക്കും എന്താ പറയണ്ടേ. സത്യം പറഞ്ഞ ഇന്ന് നൂറ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നൂറേന്റെ അതെയാ അല്ലേ? ഒരു ഡൗസർ നോട്ടിട്ട് നടക്കുന്നത് എപ്പോഴും അങ്ങനെ അതിലൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്നതോ എനിക്ക് അത്ര വലിയ വൾഗറായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. വൾഗറല്ല, എന്നാലും ഒരു പൊതു പരിപാടിയല്ലേ ഇത്. അതുകൊണ്ട് ഇത് എത്ര ആൾക്കാർ കാണുന്നതെന്ന്. ജിസയിൽ അന്ന് ഒരു ഡ്രസ് ഇടുമ്പോഴേക്ക് സദാചാര അമ്മാവെന്ന് വിളിക്കും. സദാചാര അമ്മാവനല്ലോ, നമ്മളെല്ലാരും കാണുമ്പോ ഒരു മോശല്ലേ? അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ ആണ്, പക്ഷെ എന്നാലും നമ്മൾ ജിസയിൽ അങ്ങനെ ഇട്ടു. അതുപോലെ തന്നെ കഴിഞ്ഞ ബിഗ് ബോസിൽ ഒരാൾ ഇട്ടു ജിസയിലിന്, പക്ഷെ അവൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കുറെയൊക്കെ ഇതിൽ ബിഗ് ബോസിന്റെ കളിയുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രങ്ങളായിരുന്നു ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നത്, ഓർമ്മയില്ലേ? ഇപ്പം ജിസയിൽ അവളുടെ അമ്മ വന്നപ്പോഴും മെയിൻലി ഇത് തന്നെയാ പറഞ്ഞു, എനിക്ക് എന്റെ ഡ്രസ്സ് താ, എനിക്ക് തുണിയില്ല, ഇടാൻ തുണിയില്ല. അതിന് ജിസയിൽ എന്തായാലും ഇറങ്ങിപ്പോയിക്കൂടെ? അതല്ലേ ഞാൻ പറയുന്നത്, വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ ഇവർക്ക്? അല്ല, പിടിച്ചു വെക്കുന്നൊന്നുമില്ല എല്ലാരും. ഇത്രയും വലിയൊരു ഷോയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യല്ലേ? അത് ശരിയാന്നാണ്. ഇപ്പൊ പുറത്ത് സമാന്തരമായിട്ട് ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ല? ഇല്ല. ആ ശാരിക, സരിക, മറ്റേ മുൻഷി, ഇവരെല്ലാം കൂടിയിട്ട് അപ്പാനി. അതില് ശൈത്യ വേറെ മസ്താനിന്ന് ഇവരെ കൂട്ടത്ത് കൂട്ടിയില്ല അല്ലേ? മസ്താനി കൂട്ടുന്നതിന് അതല്ല എന്തെന്ന്, എനിക്ക് അതിലൊന്നും കാര്യമില്ലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ അകത്ത് അത്രയുള്ള ഞാൻ പറഞ്ഞല്ലോ, ഇത് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ അകത്ത് നെഗറ്റീവ് ആവും, ചിലപ്പോൾ പോസിറ്റീവ് ആവും, അത്ര തന്നെ. കുറെ ആൾക്കാർ പിന്മാറി. ഞാൻ അറിയാം, നീ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂല് കുറെ ആൾക്കാർ പിന്മാറി. പരമാവധി ബിഗ് ബോസ് എല്ലാവരും നെഗറ്റീവ് ആക്കാനോ എന്തൊക്കെയാ ഉള്ളത് അന്വേഷിച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രല്ല, വേറൊരു കാര്യം എന്താ പറയാ, ഈ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ എല്ലാരും പറയുന്നത്. പക്ഷെ അങ്ങനെ രക്ഷപ്പെട്ട ആളുമില്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിട്ടില്ലേ? അഖിൽമാരാർക്ക് പ്രൈസ് കിട്ടിയോണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അയാൾ എന്ന് പറയുന്നത് കുറച്ച് ബാജകടിയില്ലോണ്ട് രക്ഷപ്പെട്ടു. നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജുനൈസ്, പിന്നെ സാഗർ ഒരു പടം ഇറങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് എന്തെങ്കിലും ചാൻസ് കിട്ടിയാ പറ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അഖിൽമാരാർ ആദ്യം തന്നെ പോയിട്ട് ഒരു ട്രെയിനിന് തലവെച്ച് കൊടുത്തു, മുള്ളംകൊല്ലി ഇൻ ദ നൈറ്റ്. ഒരു ഗതിയും പരഗതിയും അല്ല, അതിന്റെ പ്രൊമോഷൻ വരെ വന്നിട്ട് പിന്നെ പറയാൻ എനിക്ക് ഞാൻ പറയുന്നതെന്ന് അറിയാം, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നീ ഇനി ഷാനവാസിന്റെ അവസ്ഥയെ വേറെ ആലോചിച്ച് നോക്കണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഉള്ള സീരിയലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്, പറയാൻ പറ്റൂല. ഇത് ലക്ഷ്മിപ്രിയന്റെ അവസ്ഥ കണ്ടില്ല, നല്ല സീരിയലിൽ കത്തി നിൽക്കുന്ന സമയത്താണ്. ലക്ഷ്മിപ്രിയ മാത്രല്ല, പല ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് ഡിവോഴ്സ് വരെ ഇതായി പോയി നടന്നു. ഇപ്പൊ മഞ്ജു പത്രോസ് പറഞ്ഞില്ലേ, ഞാൻ ആ ചാനലിൽ നിന്ന് മാറിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന്. അതായത് അവര് എഗ്രിമെന്റ് ഉണ്ടായിരുന്നു പോലും, പക്ഷെ എഗ്രിമെന്റ് കഴിയുന്ന വരെ എന്ന് പറഞ്ഞാൽ വെറും പ്രശ്നം തന്നെയായിരുന്നു പോലും. അത് കഴിഞ്ഞതിന്റെ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇതിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ തീർന്നു, അതോടുകൂടി ലൈഫ് തീർന്നു. ഇപ്പൊ പിന്നെ എന്നാ അടുത്ത പിന്നെ ഫാസിലിന്റെ പടത്തിലെ നായകനാന്ന് മറ്റേ ഇവന്നല്ലേ പറഞ്ഞിനി നമ്മുടെ അൻസിബക്ക് വേറെ ഏതാ പടം ഉള്ളത്? ദൃശ്യം 3 മാത്രല്ല, അൻസിബ ഇതിനടുക്ക് പറയുന്നിട്ടാ 70 വയസ്സായി കഴിഞ്ഞാലും ദൃശ്യത്തിന്റെ കൊച്ചുമകളായിട്ട് അൻസിബേന്റെ ബന്ധുക്കൾ തന്നെ അഭിനയിക്കാതെന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റ് കൊടുത്തിട്ടുണ്ട് പോലും. അത് എന്താ വെച്ചാൽ ദൃശ്യമില്ലേ, ദൃശ്യം എല്ലാ വർഷവും ഓരോന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാം അൻസിബക്ക് കിട്ടും, മോഹൻലാലിന് കിട്ടും, മീനക്ക് കിട്ടും, ഇവർക്കെല്ലാം കിട്ടുമായിരുന്നു. അത് വലിയൊരു ഗുണം തന്നെയാണ് നടന്നത്. കാരണം അൻസിബക്ക് പോലെ ഒരു പടവുമില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ, ഏത് പടം ഉള്ളത് നീ ഒന്ന് പറ. സത്യല്ലേ, ബിഗ് ബോസിലെ ഒരു കണക്കിന് ഞാൻ നിന്നോട് പറഞ്ഞ ഇപ്പൊ ഞാൻ പറയുന്നത് അതെ, ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ മഞ്ജു വാര്യരും മറ്റേവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരൊക്കെ പടവില്ലെങ്കിലും ജീവിച്ചു പോകാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യാ? പടവില്ല, ഒന്നുമില്ല, ഇവരെന്താ ചെയ്യാ? അതാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഇപ്പൊ സാഗറായാലും ജുനീസ് ആയാലും പെട്ടിട്ടേ ഉള്ളത്. എന്നറിയാം, ഒരു പടം അഭിനയിച്ചിട്ട് ഇവര് എന്താ ചെയ്യാ? ഓന് കുറച്ച് സീരിയലില്ല, അതും ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിന്റെ അകത്ത്. പക്ഷെ അവന്റെ അമ്മയായിട്ട് അമ്മ ഇതുണ്ടായിരുന്നില്ലേ, എന്തായിരുന്നു അമ്മേനെ ആ സീരിയലിന് ഓടിച്ചിട്ട് ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞില്ല, അതിന്റെ അകത്ത് പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗതിയും പരഗതിയും ആർക്കും കിട്ടിയില്ല. ഉള്ള കാര്യം പറയുന്നത് എന്തിനധികം പറയുന്നത്, 2 വാച്ചും കെട്ടി വന്ന പോലെ ആൾക്കാരുടെ ഉണ്ട് ഇടാ.
ഇപ്പം തന്നെ മലയാള സിനിമ ഭരിക്കുന്നത് ഞാനാന്ന് പറയുന്ന ആൾക്കാർ വരികയുണ്ട്. അവരൊന്നും പറഞ്ഞ് രക്ഷപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ റിനീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫാസിലിന്റെ പടത്തിലെ നായിക എന്നാ പറഞ്ഞു ഫാസിലെന്ന് വിളിച്ചിട്ട്. എന്നിട്ട് എന്തെങ്കിലും നടന്നാ? ഒന്നും നടന്നില്ല. സീരിയലുണ്ട്, പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഒന്നും കിട്ടുന്നില്ല അവർക്ക്. അത് കഴിഞ്ഞതിന്റെ ഇപ്പൊ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ കുറെ ആൾക്കാരുടെ ഇത് തീരുന്നാന്ന് എനിക്ക് പറയാനുള്ളത്. ശരിക്കും സെലിബ്രിറ്റികൾ വന്നിട്ട് ഇതുപോലത്തെ അവസ്ഥയാവുന്നു. കോമണേഴ്സിനാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ അലൻ ജോസ് പെരേര AGP എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞാൽ ആ ലെവലിലാവുകയും ചെയ്യും ഷോ. അങ്ങനെയുണ്ട്. എന്റെ അഭിപ്രായത്തിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെന്നാ വേണ്ട അറിയാം. ഒരു 20 പേരെ എടുക്കും, ഒരു 5 കോമണർ, ഒരു 5 പേരെ സിനിമയെന്ന്, ഒരു 5 പേരെ സീരിയലിന്, ഒരു 5 പേരെ പൊതുവായിട്ട് അങ്ങനെയല്ലേ എടുക്കണമായിരുന്നു അല്ലേ? എന്നാലും മാത്രമേ ഒരു ഇതുണ്ടാവുള്ളൂ. അത് ആദ്യത്തെ സീസൺ. ഏതെല്ലാം മേഖലയെന്ന് ഏതെല്ലാം ആൾക്കാർ ഇതിനെപ്പറ്റി ആൾക്കാർക്കും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ മൊത്തം റെക്കമെൻഡേഷനും കുടുംബക്കാരും ബന്ധുക്കളും സ്വന്തക്കാരും. അതെ അതെ, അത് ശരിയാന്ന്. ഇത്രയല്ലേ പറയാനുള്ളൂ. ഇപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല. ഫാമിലി വീക്ക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങി തീർന്ന് സമാധാനം. പക്ഷെ ഇത്ര നേരത്തെ ബിഗ് ബോസ് എന്തിനാ ഫാമിലി വീക്ക് ആക്കിയത്? അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ, അതായത് ഇപ്പോഴും പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ മനസ്സിലായില്ല അനീഷ ബില്ലാളെന്ന്. ഇനി ഇവരെ കളി എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ്. മനസ്സിലായ? കളി തുടങ്ങി, അനീഷെതിരെ കളി തുടങ്ങിയിട്ടുണ്ട്. അനീഷ നെഗറ്റീവ് ആക്കാൻ വേണ്ടിട്ട്. പക്ഷേ അനുമോളും പുറത്ത് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയല്ലേ. അതെ, അനുമോളെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എങ്കിൽ അനുമോളൊക്കെ ഇതിന്റെ ഇക്കുമത്ത് കിട്ടിയില്ല ഇതുവരെ. അനുമോളെ വീട്ടുകാർ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിന്റെ അകത്ത് ബാക്കി എല്ലാവരും ക്ലൂ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അനീഷിനെയാണ് ഇത് ആലോചിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നീ കണ്ടില്ല, എല്ലാവരും വന്നപ്പോൾ തന്നെ ജിൻഡോനെ തലോടിയ പോലെ ഇപ്രാവശ്യം എല്ലാവരും അനീഷിനെയാണ് തലോടുന്നത്. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏകദേശം അവർക്ക്, പിന്നെ അവർക്കൊരു കാര്യമുണ്ട്, അനുമോളക്കായാലും അക്ബറിനായാലും ഷാനവാസിനായാലും ഒരുത്തരം കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ല. അല്ല, ഇങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കാർക്കും കിട്ടണ്ട, അനീഷ് കിട്ടിക്കോളൂ, കുഴപ്പമില്ല, കോമണറല്ലേ. അങ്ങനെയുള്ള വിചാരമുള്ള ടീം കിട്ടിയില്ലാത്ത എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയല്ല, പരസ്പരം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഭാരപണിയുന്ന ടീമുണ്ട്. അതുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അക്ബറെല്ലാം തീർന്നു. പക്ഷെ അക്ബർ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു ഞാൻ ഒരുപാട് പക്ഷെ ഒന്നും സംഭവിക്കില്ല. അതെന്താ പ്രശ്നം എന്താ പറയാ, അക്ബറിന് തട്ടുവെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് വന്നവാറിന്റെ രേണുസുദീന്റെ ഇത് വിളിച്ചതിന്റെ അങ്ങനെ അക്ബർ അങ്ങ് ഉറങ്ങിപ്പോയാണ്. അതാ പറ്റിയത്. അതായത് അടിച്ചിരുത്തിയ പോലെ അത് ലാലേട്ടനെ എടുത്ത് സംസാരിക്കേണ്ട വിഷയമേ ആയിരുന്നില്ല. സത്യമാണ്. അല്ല, പക്ഷെ വേറൊരു കാര്യം ഞാൻ നിന്നോട് പറയാ, അക്ബർ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ പോയവന്മാർ ഈ 100 ദിവസത്തിനല്ല നിൽക്കേണ്ടത്. അവിടെ എത്ര ദിവസം നമ്മൾ നിൽക്കുന്നുണ്ട് അത് പ്രേക്ഷകരെ അറിയാം. അതാണ് വേണ്ടത് അല്ലേ? അതാണ് ഒരു വലിയ കാര്യം. പക്ഷെ ഇമേജ് വിട്ടിട്ട് ആൾക്കാർ പലരും കളിക്കൂല കേട്ടോ. ഇമേജ് പുറത്ത് നെഗറ്റീവായോ അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞ വേറെ കാര്യമുണ്ട്. ഇതിന്റെ അകത്ത് പുറത്ത് നെഗറ്റീവായി എന്ന് വിചാരിച്ചിട്ട് ഈ പിന്നെ എന്താ പറയുക, ഈ കുടുംബം മുഴുവൻ നെഗറ്റീവ് ആകത്തൊന്നുമില്ല. അത് കുറെ നാൾ കഴിയുമ്പോ അത് പോവാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മള് എങ്ങനെ നിൽക്കുന്നു നമ്മള്. അതാ ഇപ്പൊ റോക്കി തല്ലിട്ട് പോയിട്ട് എന്താ സംഭവിച്ചത്? റോക്കി ഹീറോ ആയില്ലേ? റോക്കി ഹീറോ ആയി, തല്ലിയോനോ ഓൻ സീറോ ആയി. മനസ്സിലായി? ഓനിപ്പോഴും ഇന്നലെ വന്ന് പറയുന്ന ഈ പിന്നെ 5 ലക്ഷം റുപ്യ കൊടുത്താൽ മതി വോട്ട് അടിച്ചു കയറ്റാൻ പറ്റുന്നു. ആകെ കിട്ടുന്ന 5 ലക്ഷം റുപ്യ. ഇവരൊക്കെ എന്താ പറയുന്നത്? സത്യമല്ലേ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഇവര് ഭയങ്കര സെൻസസ് പിന്നെ സരിക പറയുന്നത് ലോൺ എടുത്തിട്ടാണ് ഈ തുണി മേടിച്ചിട്ട്. അത് മാത്രല്ല, ഇതിനിടയ്ക്ക് മറ്റേ RJ ബിൻസിംഗാറ്റം പറയുന്നുണ്ട് ഇത് ഒരുപാട് ആള് തന്നി, ഇത് അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടതെന്ന്. മനസ്സിലാക്കണം നീ. അപ്പൊ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് വരുന്ന ഒരു 5 ലക്ഷം റുപ്യ കൊടുത്തിട്ട് ബോട്ട് പിടിക്കാൻ നടക്കും. നെവിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരോടൊക്കെയോ ചോദിച്ചിട്ട് ആരും എനിക്ക് തന്നില്ല ഡ്രസ്സിന് വേണ്ടിട്ട്. അതന്നെയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാരും ഒന്ന് നമ്മളെ ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.